ഫ്രണ്ട്സ്, ഞാൻ ഹർലാൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും തന്നെ ഇന്നത്തെ നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മളിപ്പം ചെയ്തു വരാറുള്ള ജമ്പിങ് ആൻഡ് സ്ട്രെച്ചിങ് വ്യായാമമാണ്. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സ്ട്രെച്ചിങ് ആണ്, കാലിലാണ്. അപ്പോൾ നമ്മൾ സ്ലോലി നമ്മൾ ഏതെങ്കിലും ഒരു കാലിൻ്റെ നമ്മളെ ഈ അടിഭാഗത്ത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക, നേരെ ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, കൈ നേരെ ഫ്രണ്ടിലോട്ട്, കാല് ബാക്കിലോട്ട്. എത്ര നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്ത് എത്ര നേരം ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുമോ അത്ര നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുക. സെയിം അടുത്ത കാല്. ഓക്കെ, അതും സെയിം ഇതേമാതിരി കൈ സ്ട്രൈറ്റായി നിൽക്കണം, കാല് ബാക്കിൽ. നമ്മൾ എത്ര റീച്ച് ബാക്കിലോട്ട് ചെയ്യാൻ പറ്റുമോ അത്ര റീച്ച് ചെയ്യുക. സ്ലോലി ഹോൾഡ് ചെയ്ത് വയ്ക്കുക, ഡൗൺ. ഓക്കെ, ഇത് മാറും കഴിഞ്ഞ് മിനിമം 10, മാക്സിമം എത്ര വേണമെങ്കിലും ചെയ്യാം. നെക്സ്റ്റ് അതേ എക്സസൈസ് തന്നെ സെയിം വയ്ക്കുക. നമ്മളെ റൈറ്റ് ഏത് കൈയാണ് നമ്മൾ കാലി പിടിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് കൈ കീഴെ സ്ലോലി കീഴെ ടച്ച് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, അപ്പ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യം സെയിം നമ്മൾ ഫസ്റ്റ് ചെയ്ത കണക്ക് പിടിക്കുക, റീച്ച് ചെയ്യുക, കൈ ഓപ്പോസിറ്റ് കൈ നേരെ കീഴെ ടച്ച് ചെയ്യുക. എത്ര ഹോൾഡ് ചെയ്യാൻ പറ്റും എത്ര നേരം ഹോൾഡ് ചെയ്യുക, സ്ലോലി അപ്പ്. അപ്പോൾ ഇതാണ് വ്യായാമം. ഇത് നിങ്ങൾ കണ്ടിന്യൂ എത്ര ടൈം നിങ്ങൾ മാക്സിമം 10 അല്ല മിനിമം 10, മാക്സിമം എത്ര വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫുൾ എഫോർട്ട് കൊടുക്കേണ്ട കാര്യമില്ല. എത്ര പേർക്ക് കാല് പൊക്കാൻ പറയുമ്പോൾ അത്രയും ഏത് വരെ പൊക്കാൻ പറ്റുമോ അത്രയും പൊക്കിയാൽ മതി. ഫുൾ എഫോർട്ട് കൊടുത്ത് നമ്മൾ അവിടെ എവിടെയൊക്കെ പിടിക്കാൻ ചാൻസ് ഉള്ളതാണ് സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹൈറ്റ് മതി. റീച്ച് ചെയ്യുന്ന മതി. ഹോൾഡിങ് എത്ര ചെയ്യാൻ പറ്റും അത്ര മതി. അടുത്ത വീണ്ടും ഒരു വ്യായാമമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.